അല്ല, ഈ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി പോയ BJP-ക്കാർക്ക് ഇതെന്തു പറ്റി? അയ്യപ്പനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ നിങ്ങളെ തിരിച്ച് സംരക്ഷിക്കണ്ടേ? പക്ഷെ ഇതൊക്കെ വലിയൊരു തിരിച്ചടിയാണല്ലോ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ഭീമമായ ഒരു തുക പിഴയായി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം, RSS നിങ്ങൾക്കെതിരെ പരാതിയുമായി അമിത്ഷയെ കാണാൻ വേണ്ടി പോവുകയാണ്. BJP-ക്കകത്ത് വലിയ തമ്മിലടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ശ്രീധരൻ പിള്ളക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനം പാർട്ടിക്കകത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. മുരളീധരൻ പക്ഷവും കൃഷ്ണദാസ് പക്ഷവും ഒക്കെ ശക്തമായ രീതിയിൽ പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി വിഷയത്തിൽ ശ്രീധരൻ പിള്ള മാത്രം ഇടപെടുന്നു. ശ്രീധരൻ പിള്ളയുടെ ഒരു ഊഹാപോഹ കണക്കുകൂട്ടലുകൾ അനുസരിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് മുന്നിലോട്ട് വെച്ചതെന്നുള്ള ഒരു ആരോപണം RSSനുണ്ട്. മറിച്ച് പിള്ള കുമ്മനത്തെ മിസോറാമിൽ നിന്നും കൊണ്ടുവരുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് മിസോറാമിലെ ഗവർണർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് കുമ്മനം വന്നു കഴിഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കുമ്മനം വലിയൊരു നേതാവായി മാറും. അത് പിള്ളയ്ക്ക് ശക്തമായ തിരിച്ചടിയാണ്. അതുകൊണ്ട് പിള്ളെ കുമ്മനം തിരിച്ചു വരാനുള്ള ഒരു വഴിക്കും മുന്നോട്ട് വരില്ല. അതുകൊണ്ട് പിള്ള വിഭാഗം, ശ്രീധരൻ പിള്ള അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് നിൽക്കുന്നു. എന്നാൽ കുമ്മനത്തെ വരുത്തണമെന്നുള്ള ഒരു നിലപാടിൽ RSS നിൽക്കുന്നുണ്ട്. മറുഭാഗത്താകട്ടെ മുരളീധരൻ പക്ഷവും കൃഷ്ണദാസ് പക്ഷവും പിള്ളക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നുണ്ട്. അവര് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സുരേന്ദ്രന്റെ അറസ്റ്റ്, സുരേന്ദ്രൻ ജയിലിലായ സംഭവം വലിയ രീതിയിൽ ഉപയോഗിക്കാൻ പിള്ളക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആ സമയം എല്ലാം കൊണ്ടും BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തരംഗം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും BJP-ക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുൻതൂക്കം നൽകാൻ പിള്ളക്ക് സാധിച്ചിട്ടില്ല എന്ന ഒരു വാദമാണ് മുരളീധരൻ പക്ഷത്തിനും കൃഷ്ണദാസ് പക്ഷത്തിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ തമ്മിൽ അടികൂടുകയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. രണ്ടാമത്തെ വിഷയം, ശബരിമല വിഷയത്തിൽ BJP നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിള്ളയുടെ ചില രഹസ്യ സന്ദേശങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ഇതൊക്കെ തിരിഞ്ഞുകൊത്തി BJP-യെ തിരിഞ്ഞുകൊത്തുകയും ചെയ്തു. പിള്ളയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി പാർട്ടിക്കകത്ത് നിന്ന് തന്നെ നേരിടേണ്ട ഒരു സാഹചര്യം വന്നു. ഒടുവിൽ സ്ഥാനാർത്ഥി പ്രശ്നത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ പാർട്ടിക്കകത്ത് നടക്കുന്നു. പിള്ള മുരളീധരൻ പക്ഷവുമായി കൈകോർക്കുന്നു, എതിർത്തു നിൽക്കുന്നു. കൃഷ്ണദാസ് പക്ഷവുമായി എതിർത്തു നിൽക്കുന്നു. ഒടുവിൽ ഇവരിലുള്ള പല നേതാക്കന്മാരും അപ്പുറം ഇപ്പുറം അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന RSSന് വലിയ പ്രശ്നമുണ്ട്. കാരണം RSSനാണ് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതല നൽകിയിട്ടുള്ളത്. RSS തിരുവനന്തപുരത്ത് ആര് സ്ഥാനാർത്ഥിയാകണമെന്നുള്ളത് RSS തന്നെ തീരുമാനിക്കാനുള്ള ഘട്ടത്തിലും BJP അവർക്ക് തോന്നുന്ന ഊഹാപോഹ കണക്കുകൾ അനുസരിച്ച് സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തുമ്പോൾ RSS BJP-ക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പന്റെ കൂടെ നിന്നവരെ അയ്യപ്പന് ഇപ്പോൾ വേണ്ട. അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇവരെന്തോ കള്ളത്തരം ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അയ്യപ്പൻ കൂടെ നിൽക്കാത്തത്. ശബരിമല വിഷയത്തിൽ ലാഭം കൊയ്യാൻ വേണ്ടി ഇവർ ചില തോന്നിവാസങ്ങളും അതുപോലെ തന്നെ ചില കലാപങ്ങളും ഇവർ അഴിച്ചുവിട്ടത് ചിലപ്പോൾ അയ്യപ്പൻ വലിയൊരു തിരിച്ചടി നൽകാനുള്ള കാരണമായേക്കാം എന്നുള്ളതും കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയും BJP-ക്കെതിരെ തിരിഞ്ഞു. കർമ്മസമിതിക്കെതിരെ വലിയ ഒരു ഭീമമായ തുക പിഴ ഈടാക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ RSS പറയാണ് കേരളത്തിലെ BJP-ക്കാർ ഇവിടെ അടികൂടിക്കൊണ്ടേയിരിക്കുകയാണ്, നേതാക്കന്മാർ തമ്മിൽ വലിയ അടിയാണ്. അമിത്ഷാ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തന്ന് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതല കൃത്യമായി നിർവഹിക്കാൻ ഞങ്ങളെ ഒന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ പാലക്കാട് വെച്ച് കാണാൻ വേണ്ടി RSSകാർ പോവുകയാണ്. എന്തായാലും കേരളത്തിലെ BJP-ക്ക് ശക്തമായിട്ടുള്ള ഒരു കണ്ടകശനി തന്നെയാണ് ഇപ്പോഴുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.